പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ യോഹന്നാന്റെ 1-ാം സുവിശേഷം 39-ാം തിരുവചനത്തിലെ ഒരു കാഴ്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. യേശുവിൻ്റെ ക്ഷണം കേട്ട് യേശുവിനെ ചെന്ന് കണ്ട ശിഷ്യന്മാർ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 2 ശിഷ്യന്മാർ ഓടുകയാണ് അവൻ്റെ കല്ലറയിലേക്ക്, പത്രോസും യോഹന്നാനും. ആദ്യം പത്രോസ് പ്രവേശിക്കുന്നു, പിന്നീട് കൂടെ വന്ന മറ്റേ ശിഷ്യൻ യോഹന്നാനും പ്രവേശിക്കുന്നു. യോഹന്നാൻ 20:7 തിരുവചനം ഇങ്ങനെയാണ് എഴുതി വയ്ക്കുക: കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കിട്ടിയിരുന്ന തുവാല കച്ചയോട് കൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. ഈ കാഴ്ച അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. ടൂറിലെ തിരുക്കച്ചയും സുഡേരിയും നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ അതിൻ്റെ ധാരാളം മനോഹരമായ വീഡിയോ കാണുമ്പോൾ ഈ കാഴ്ചയുടെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കച്ചകളുടെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ മറ്റൊരു കാഴ്ചയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. 1-ാം അധ്യായം 10-ാം തിരുവചനം: കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ എന്ത് സംഭവിച്ചു? കാഹളത്തിൻ്റേതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു, നീ കാണുന്നത് ഗ്രന്ഥത്തിൽ എഴുതി സഭകൾക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്: എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിമിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. കാഴ്ചകൾ വളരുകയാണ്, കാഴ്ചപ്പാടുകൾ വളരുകയാണ്, ആന്തരിക നയനങ്ങൾ പ്രകാശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഇതുപോലെ കാണാൻ നമുക്ക് സാധിക്കണ്ടേ? എത്ര കണ്ടിട്ടും നമ്മുടെ ദാഹം തീരുന്നില്ലല്ലോ. നമ്മൾ ചിന്തിച്ചാൽ യോഹന്നാൻ 1-ലെ കാഴ്ച നമുക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാകാം. യോഹന്നാൻ 20-ലെ കാഴ്ച നമുക്കും ചില അനുഭവങ്ങൾ ഉണ്ടാകാം. യോഹന്നാൻ വെളിപാട് 1-ാം അധ്യായത്തിലെ ആഴമേറിയ ആത്മാവിൻ്റെ ലയനത്തിലെ കാഴ്ച എനിക്കേറെ കൊതിയാണ്. കുറെ കൂടെ എൻ്റെ കാഴ്ചകൾ വളരണം. എൻ്റെ നാഥനെ കാണണം, അനുഭവിക്കണം, മനസ്സിലാക്കണം, വിശ്വാസത്തിൽ കുറെ കൂടെ ആഴപ്പെടണം. ഈ പുതുവർഷത്തിൽ 2026 ആ ഉന്നതമായ കാഴ്ചകൾ കാണാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ നയനങ്ങളെ പ്രകാശിപ്പിക്കുവാൻ, അതിനുവേണ്ടിയുള്ള ഉത്കടമായ ഒരു ആഗ്രഹം, വിശപ്പ്, സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഏറെ അനുഗ്രഹം നിറഞ്ഞ ഒരു 2026 ഈശോയുടെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തിൽ